കോഴിക്കോട് നടന്ന മുഖാമുഖം പരിപാടിക്കിടെ നോർത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ ചോദ്യങ്ങളോട് അസഹിഷ്ണുത കാണിച്ച LDF സ്ഥാനാർത്ഥിയും നിലവിലെ MLAയുമായ തോട്ടത്തിൽ രവീന്ദ്രൻ മണ്ഡലത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചപ്പോഴായിരുന്നു MLAയുടെ അസ്വസ്ഥത. മുഖാമുഖം പരിപാടിയിൽ ആദ്യം സംസാരിച്ചത് നവ്യ ഹരിദാസ്. മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ എണ്ണി പറഞ്ഞായിരുന്നു പ്രസംഗം. വെള്ളക്കെട്ടും ഗതാഗതക്കുരുക്കും തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടില്ലെന്ന് നവ്യ ചൂണ്ടിക്കാണിച്ചു. നൂതനമായ സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷെ എന്തുകൊണ്ടോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു രീതിയിലുള്ള പ്രവർത്തനം കൊണ്ട്, ലാൻഡ് യൂട്ടിലൈസ് ചെയ്യാൻ ഇല്ലാഞ്ഞിട്ടല്ല, വേസ്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ഇല്ലാഞ്ഞിട്ടല്ല, ഫണ്ടിങ് ഇല്ലാഞ്ഞിട്ടല്ല. ഇപ്പോൾ PMSSY ബ്ലോക്കൊക്കെ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ചതാണ്. അതുപോലെ ബീച്ച് ഹോസ്പിറ്റലാണെങ്കിലും ശരി, കാത്ത് ലാബുകൾ അടഞ്ഞു കിടക്കുന്നതും. ഏറ്റവും സങ്കടം വരുന്നത് മോർച്ചറികൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളത് പറയുമ്പോഴാണ്. നവ്യയ്ക്ക് പിന്നാലെ വേദിയിലെത്തിയത് നിലവിലെ MLAയും LDF സ്ഥാനാർത്ഥിയുമായ തോട്ടത്തിൽ രവീന്ദ്രൻ. എന്തൊക്കെയാണ് പറയുന്നതെന്ന് ചോദിച്ചായിരുന്നു തുടക്കം. നേട്ടങ്ങൾ പറയാൻ 1 മണിക്കൂറെങ്കിലും വേണ്ടിവരുമെന്ന് MLA. എന്നാൽ പറഞ്ഞതാകട്ടെ എല്ലാത്തിനുമുള്ള ന്യായീകരണങ്ങൾ മാത്രം. ഇത് പറയണമെങ്കിൽ എനിക്ക് 1 മണിക്കൂറൊക്കെ വേണം. നിങ്ങൾ 15 മിനിറ്റ് എന്ന് പറഞ്ഞത് കൊണ്ട്, കാരണം ഇവിടെ ഒരു വലിയ വിമർശനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒന്നും ചെയ്തില്ല 5 കൊല്ലം കൊണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ തെളിവ് ചെയ്തത് വെറുതെ പറയല്ല, ആരുടെ മുന്നിലും പറയാവുന്ന അടുത്ത് കാണിക്കാവുന്ന. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെയാണ് കാരണം. പറഞ്ഞ് MLA കാട് കയറി. പക്ഷെ നവ്യ ഹരിദാസ് ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടിയില്ലെന്ന് മാത്രം. ജനം, കോഴിക്കോട്.